കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക മാറ്റിവെച്ചു. കേസ് സംബന്ധിച്ച് LDF ആക്ഷേപം ഉന്നയിച്ച സാഹചര്യത്തിലാണ് വിശദ പരിശോധനയ്ക്കായി മാറ്റിവെച്ചത്. അടുത്ത ഘട്ടത്തിൽ റജി ചെറിയാന്റെ പത്രിക വീണ്ടും പരിശോധിക്കും. മനീഷ് മഹിപാലുണ്ട് വിവരങ്ങളുമായി. മനീഷ്, എന്താണ് ഈ നോമിനേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതിയുടെ ഉള്ളടക്കം? മാധു, അവസാന നിമിഷം കുട്ടനാട്ടിലെ വൻ ട്വിസ്റ്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി റജി 3 സെറ്റ് പത്രികയാണ് നൽകിയത്. അതിൽ ആദ്യത്തെ സെറ്റിൽ പിന്താങ്ങിയവരുടെ ഒപ്പ് രേഖപ്പെടുത്തിയതിൽ പിശകുണ്ടായിരുന്നു. അതിന്റെ ആദ്യത്തെ പട്ടിക അത് തള്ളിപ്പോയി. 2ഉം 3ഉം പട്ടിക, രണ്ടാമത്തെ മൂന്നാമത്തെ പത്രികയിലെ പ്രശ്നം, ആ പത്രികയിൽ നിലവിൽ കേസ് വിവരങ്ങൾ, റജി ചെറിയാന്റെ കേസ് വിവരങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് എതിർ സ്ഥാനാർത്ഥി ആ ഒബ്ജക്ഷൻ ഉന്നയിച്ചത്. ആ ഒബ്ജക്ഷനെ തുടർന്ന് 2 പത്രികയുടെയും സൂക്ഷ്മ പരിശോധനയും ഒപ്പം തന്നെ ഹിയറിംഗും നാളെ രാവിലെ 10 മണിക്ക് ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് വെച്ചിരിക്കുകയാണ്. വളരെ നിർണായകമായിട്ടുള്ളതാണ്. നിലവിൽ കുട്ടനാട്ടിൽ അവിടെ UDF-ൽ നിന്നും UDF-ൽ അത് കേരള കോൺഗ്രസ് ജോസഫിന് കൊടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് തന്നെ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് അവിടെ റിബൽ സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഔദ്യോഗികമായ UDF സ്ഥാനാർത്ഥിക്ക് പത്രിക നൽകുന്നതിലെ സാങ്കേതിക പ്രശ്നം ആദ്യത്തെ പത്രിക തള്ളാൻ കാരണമായതും 2ഉം 3ഉം പത്രിക ഇപ്പോഴിതാ അത് നാളെ ഹിയറിംഗ് ആണ്, സൂക്ഷ്മ പരിശോധന. നിലവിൽ എതിർ സ്ഥാനാർത്ഥി ഒബ്ജക്ഷൻ ഉന്നയിക്കുന്നത് കേസ് വിവരങ്ങളെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നാളെ 10 മണി വരെയും ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ആ പത്രിക സ്വീകരിക്കുന്ന ഏറെ നിർണായകമായിട്ടുള്ള കാര്യമാണ് മാധു.